Next station is Kyoto. Guys, in the fourth day, we are in Kyoto. Look at the station. So beautiful. ഒരു fantasy world പോലില്ലേ? ദർശ്യമേക്ക് പോന്നോ? ദർശ്യമേൻ്റെ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത് അർഷ്യാമ ബാംബു ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. വെള്ളോട്ട് പൊക്കിയൊക്കെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നു. കുറച്ച് നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് ഇങ്ങനെ ഒരു വെള്ളം ഒഴുകുന്നത് കണ്ടു. അവിടെ നിന്ന് എന്ത് രസമാണ് ഈ സ്ഥലം കാണാൻ. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. നല്ല ക്ലൈമറ്റാണ്. വാട്ട് യു നീഡ്, യു ക്യാൻ ജസ്റ്റ് സിറ്റ് ദെയർ alone for hours and hours without even thinking anything, just to spend time in the nature. ഇത് കണ്ടോ ഗൈസ്, ഹ്യൂമൻ കാർഡ്സ്. നമ്മുടെ നോർത്തിലോട്ടൊക്കെ ഞാനിങ്ങനെ സൈക്കിൾ റിക്ഷാസ് കണ്ടിട്ടുണ്ട്, അതേപോലെ. പക്ഷേ ഇത് ഒരു ആളാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇവർ നല്ല ഫിറ്റാണ്. ഓൾസോ ദി ആക്ട് ആസ് ഗൈഡ്സ്. ഫോർ ഓൾമോസ്റ്റ് 1000 ഇയേഴ്സോളം ക്യോട്ടോ ആയിരുന്നു ജപ്പാൻ്റെ ക്യാപിറ്റൽ. ഓവർ ദീസ് ഇയേഴ്സ് അവർ ഡെവലപ്പ് ചെയ്ത ഒരു കൾനറി ആർട്ടുണ്ട്. അതിനെ വഗാഷി എന്നാണ് പറയുന്നത്. വഗാഷി എന്ന് പറയുന്നത് ഒരു കൺഫെക്ഷണറിയാണ് ദാറ്റ് അക്കംപനീസ് വിത്ത് ദെയർ മാച്ച ടീ സെറമണി. മാച്ചയുടെ ആ ബിറ്റർനെസ്സിനെ ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺഫെക്ഷണറീസ് കൂട്ടത്തിൽ കൊടുക്കുന്നത്. ചെറി ബ്ലോസം ഫ്ലവേഴ്സ്, മേപ്പിൾ ലീവ്സ്, സ്നോ ഫ്ലേക്സ്, ഇതിൻ്റെയൊക്കെ ഷേപ്പ്, കളർ, ടെക്സ്ചറിലാണ് ഇവരുടെ കൺഫെക്ഷണറീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെപ്രസെൻറ്റിംഗ് ദെയർ സീസൺ ആൻഡ് നേച്ചർ, ബ്രിങ്ങിങ് ആർട്ട് ഇൻ ടു ദെയർ ഫുഡ്. ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് മാച്ചയുടെ ലാറ്റെ വാങ്ങിച്ചു വിത്ത് ഐസ്ക്രീം. ഇതാണ് അർഷ്യാമ ബാംബു ഫോറസ്റ്റ്. ഇവിടെ ഫുള്ളി ബാംബൂസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കും. എൻട്രി ഫ്രീ ആണ്. കഴിവതും നിങ്ങൾ 8 മണിക്ക് മുന്നെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ വരുവാണെങ്കിൽ കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഇത് കണ്ടോ, ഒരാൾ നിന്നിട്ട് ഒരു ക്രിസ്റ്റൽ ബോൾ വെച്ചിട്ട് ഇങ്ങനെ അത് കയ്യിലിങ്ങനെ വെച്ചിട്ട് പ്ലേ ചെയ്യുന്നത് കാണും. അത് റിയലി I couldn't believe my eyes how he's doing this, because it's like an illusion. ഞാൻ ഓർത്ത് എന്തോ സ്ട്രിങ് എന്തോ കെട്ടിയിട്ടുണ്ടോ. സോ ഐ വാസ് ലൈക്ക് മൂവിങ് മൈ ഹാൻഡ്സ് അറൗണ്ട് ഇറ്റ് ജസ്റ്റ് ടു സീ ഇഫ് എനി സ്ട്രിങ്സ് ആർ അറ്റാച്ച്ഡ്. Oh, it's heavy. Yes. He gave me that ball into my hands just to check for myself, and it's quite heavy. പിള്ളേരെല്ലാവരും വന്നിട്ട് അത് വാങ്ങിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കാരണം it's unbelievable how he is juggling that crystal with his hands and the grace of the movement. അത് ഭയങ്കര സ്മൂത്തായിട്ടാണ് കൈകൾ മൂവ് ചെയ്യുന്നത്. ഈ സ്ഥലത്ത് പല മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ തമിഴിലൊരു മൂവിയുണ്ട്, ജില്ല എന്ന് പറഞ്ഞിട്ട്. ആ മൂവിയിലെ പാട്ടിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇവിടെ വെച്ചിട്ടായിരുന്നു. Such a beautiful place it is, അല്ലേ? I loved it so much.
കളർ ഫ്ലവേഴ്സ് കാണുന്നില്ലേ, അത് വിസ്റ്റീരിയ ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. യൂഷ്വലി നമ്മുടെ ചെറി ബ്ലോസം പോലെ തന്നെ ഏപ്രിൽ മെയ്യിലാണ് വിസ്റ്റീരിയ ഫ്ലവേഴ്സും ബ്ലൂം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കൊന്നപ്പൂ ഇല്ലേ, ഇങ്ങനെ കൊലകളായിട്ടല്ലേ അത് ഉണ്ടായി കിടക്കുന്നത് എന്ന് പറയുന്ന പോലെ ഈ വിസ്റ്റീരിയ ഫ്ലവേഴ്സും ഇങ്ങനെ ഗ്രേപ്സ് ഒക്കെ കിടക്കുന്ന മാതിരി കൊലകളായിട്ടാണ് കിടക്കുന്നത്. ഇറ്റ് ക്യാൻ ഗ്രോ അപ് ടു 3 feet ലോങ്. ഈ പൂക്കളിങ്ങനെ മരത്തിൽ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും അവതാറിലെയൊക്കെ പോലെ തോന്നും കാണുമ്പോഴത്തേക്കിന്. അത്ര മാജിക്കലാണ്. കാരണം അത് ഫുള്ളി ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ പൂക്കൾ മാത്രമായിട്ടായിരിക്കും. ഈ ഒരു ലൈറ്റ് പേർപ്പിൾ മുതൽ ഈവൻ വൈറ്റ് കളേഴ്സിൽ പോലും വിസ്റ്റീരിയ ഫ്ലവേഴ്സ് കാണാം. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. അവസാനം ഞങ്ങൾ തെൻരൂജി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട ഒരു നല്ല കുളവും കുറേ മരങ്ങളും പാറകളും ഒക്കെ നിൽക്കുന്ന എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. സീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന ഇതാണ്. ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അർഷ്യാമയിലേക്ക് തന്നെ നടക്കുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഷോപ്സ് നമുക്ക് കാണാം. ഫുൾ കൺഫെക്ഷണറീസിൻ്റെ ഷോപ്സാണ്. ഇത് സ്റ്റിക്കി റൈസ്, ജാപ്പനീസ് സ്റ്റിക്കി റൈസിൻ്റെ കൂട്ടത്തിൽ സെസമി സീഡ് വെച്ചിട്ടുള്ള ഒരു സീസണിങ്. ഇത് നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതിന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നതാണ്. ഇത് നല്ല രുചിയുണ്ടായിരുന്നു. ക്യൂട്ട് പാൻഡ എൻക്രേവിങ് ചെയ്ത ബൺസൊക്കെ കണ്ടു. തിരിച്ചു വരുമ്പോൾ ഞങ്ങളിങ്ങനെ ചൂടോടെ ചെസ്നട്ട്സ് അവിടെ വിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെസ്നട്ട്സ് കഴിക്കുന്നത് ഇങ്ങനെ പുഴുങ്ങിയത്. നല്ല രുചിയുണ്ടായിരുന്നു. കത്സൂര റിവർ ഇതൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് ഈ അരഷ്യാമ ഡിസ്ട്രിക്റ്റിൽ. കത്സൂര റിവറിന് ക്രോസ് ചെയ്ത് പോകുന്ന ആ ബ്രിഡ്ജിൻ്റെ പേരാണ് ടുഗെറ്റ്സ്ക്യോ. ഈ പേരിൻ്റെ അർത്ഥം മൂൺ ക്രോസിംഗ് ബ്രിഡ്ജ് എന്നാണ്. 13th century ഉണ്ടായിരുന്ന എംപറർ കമയാമ ഒരു മൂൺലിറ്റ് നൈറ്റിൽ ബോട്ടിംഗ് പാർട്ടിക്ക് ഇറങ്ങി. ആ സമയത്ത് ഈ ബ്രിഡ്ജിന് മുകളിൽ കൂടി ഇങ്ങനെ മൂൺ ക്രോസ് ചെയ്ത് പോകുന്ന പോലെ തോന്നി. അങ്ങനെയാണ് ഈ ബ്രിഡ്ജിന് മൂൺ ക്രോസിംഗ് ബ്രിഡ്ജ് എന്ന പേര് വന്നത്. സ്പ്രിംഗ് സീസണിൽ ഇവിടെ മൊത്തം ചെറി ബ്ലോസംസും, ഓട്ടം സീസണിൽ ഇവിടെ ഫുൾ ഓറഞ്ച് ലീവ്സും മേപ്പിൾ ലീവ്സിൻ്റെ ആ കളേഴ്സും റെഡ് ലീവ്സ് ഒക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. With good food like bamboo shoot. ബോട്ട് ബോട്ട് ഡെലിവറീസ്. ഇവർ നമുക്ക് സ്നാക്സും ഒതൻ പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുതരും. ഡംപ്ലിങ്സ്, ഒതൻ, പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ, കോള പോലത്തെ സാധനങ്ങൾ. സ്നാക്സ് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഇവിടുന്ന് കഴിക്കാം. This river joined the other rivers and become the Yodo River and flows into the sea. And along this river, there used to be a very busy water transportation, and so that kind of what to say, a boat shopping, boat shopping. പുള്ളിക്കാരത്തെ ഒരു ഗൈഡാണ്. കത്സൂര റിവർ ആക്ച്വലി ലോവർ പാർട്ടാണ്. ഇതിൻ്റെ അപ്പർ പാർട്ട് ആണ് ഹൊസുഗാവ റിവർ. ഇവിടെ കണ്ട ഒരു വെഡ്ഡിങ് നടക്കുവാണ്. കത്സൂര റിവർ കുറച്ച് ലോവർ പാർട്ടായതുകൊണ്ട് തന്നെ ഇവിടെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അതുകൊണ്ട് സ്ലോ ബോട്ടിംഗ് ആണ്.
ഹൊസുഗോവ നേരെ തിരിച്ചാണ്. അവിടെ ഫുൾ മലകളും മലവെള്ളം പോലെയാണ് ചാടുന്നത്. അപ്പോൾ ഭയങ്കര റഫായിട്ടുള്ള വെള്ളച്ചാട്ടവും അപ്പോൾ അതിനകത്തൂടെ ഉള്ള ബോട്ടിങ്ങാണ്. അത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ എന്താ പറയുന്നത് എക്സൈറ്റിംഗ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഹൊസുഗാവ ഏരിയയിലോട്ട് പോകണം. അതുപോലെ അവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനിക് ട്രെയിൻ ജേർണി ഉണ്ട്. സഗാനോ സീനിക് റെയിൽവേ അല്ലെങ്കിൽ സഗാനോ റൊമാൻറ്റിക് ട്രെയിൻ ജേർണി. അങ്ങനെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനിക് ട്രെയിൻ ജേർണിയാണത്. ഓട്ടം സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു ട്രെയിൻ ജേർണിയാണ്. ആ കാണുന്നതൊക്കെ വിസ്റ്റീരിയ ഫ്ലവേഴ്സാണ്. ആ പേർപ്പിൾ കളറിൽ കാണുന്നത് മൊത്തം. We try to pass between two stones, two rocks. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ വരെ ഉള്ളൂ ഈ ബോട്ടിംഗ്. ഈ കാണുന്നത് മേപ്പിൾ മരമാണ്. ഈ ലീവ്സ് എന്ത് ഭംഗിയാണ് കാണാൻ. ഓട്ടം സീസണിൽ ഈ ലീവ്സ് മൊത്തം റെഡ്, ഓറഞ്ചിഷ് ആൻഡ് യെല്ലോ കളേഴ്സായിട്ട് മാറും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ആ സമയത്ത് ഇത് കാണാൻ. ഇവിടെ ടക്കോയാക്കി കിട്ടും, ഒക്ടോപ്പസ് ബോൾസ്. ഇതൊരു ജാപ്പനീസ് സ്ട്രീറ്റ് ഫുഡാണ്. ഇവിടെ കണ്ടോ കിമോണോ ഒക്കെ കിട്ടും നമുക്ക് റെൻ്റൽ എടുക്കാനായിട്ട്. 1000-2000 yen പെർ ഡേ പ്രൈസ്. ജിൻറിക്കിഷ ഹ്യൂമൻ കാർഡ്സ് നമുക്ക് ഈ ഏരിയയിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ പോലെ തന്നെ തോന്നുന്നത്. പക്ഷേങ്കിൽ ഇത് കൂടുതലും വുഡിലാണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. ഒരു പ്രായമുള്ള അമ്മച്ചിയുണ്ടോ നടന്ന് വരുന്നത്. ഇവിടുത്തെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നല്ല ആരോഗ്യം കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ട ഓട് ഭാഗ്യമാഞ്ചിടത്തെ വീട്. പക്ഷെ അത് ഓടല്ല, വേറെ എന്തോ ഒരു സംഭവം. പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നടന്നിട്ടും തീരാഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലി ഒരു ടാക്സി ബുക്ക് ചെയ്തു. ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ടാക്സി യൂസ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ക്യൂട്ടോ സ്റ്റേഷനിലെത്തി. ഇവിടുത്തെ ലാൻറ്റേൺ എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങളിങ്ങനെ ട്രെയിനിലിരുന്ന് പോയി. നാളെ ഞങ്ങൾ ടോക്കിയോക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഡോട്ടംബോറി. ആ സ്ട്രീറ്റിൽ കൂടി ഇന്ന് കാണാൻ പോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ക്യോട്ടോയിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ച് പോവുകയാണ്. ഞങ്ങളുടെ ഹോട്ടൽ കുറുമോൺ ഏരിയയാണ്. കുറുമോൺ മാർക്കറ്റിനടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്.
ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ ഇറങ്ങി. ഇവിടെ കണ്ടു കുറേ അധികം നല്ല കളക്ഷൻസ് ഓഫ് ഷൂസ്, സാൻഡൽസ് ഒക്കെ കണ്ടു. സ്കെച്ചേഴ്സിൻ്റെ സ്ലിപ്പോൺസ്, പല തരത്തിലുള്ള സ്ലിപ്പോൺസ് ഞാൻ കണ്ടു. അതും പ്രൈസ് വൈസ് നമുക്ക് നോക്കുമ്പം ഒത്തിരി ബെറ്ററാണ്. ഇവിടെ UAE-നെക്കാട്ടിലും പ്രൈസ് ഒത്തിരി കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറേയധികം സാൻഡൽസ്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാൻഡൽസ് ഉണ്ടായിരുന്നു. ഒസാക്കയിലാണ് കുറച്ചുകൂടെ പ്രൈസ് കുറവെന്ന് എനിക്ക് തോന്നി ടോക്കിയോയെക്കാട്ടിലും. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കുറുമോൺ ഏരിയയിലാണ്. ഈ കുറുമോൺ ഏരിയയിൽ നിന്ന് നമ്മൾ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഈ ദോത്തുംബോരി ആണെങ്കിലും ഈ ബിസുബാഷി എല്ലാ സ്ട്രീറ്റ്സും നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. തൊപ്പികൾ, ക്രോസ് ബോഡി ബാഗ്സ് 1500. ഈ സ്ട്രീറ്റിൽ ഷോപ്പിങ്സ് ഒക്കെ ചെയ്യാൻ നമുക്ക് നല്ലതാണ്. കാരണം എല്ലാം സെയിലിനൊക്കെ കുറേ ഡ്രസ്സുകൾ. അകത്തോട്ടൊന്നും കയറി ഞങ്ങൾ നോക്കിയില്ല, എങ്കിൽ കൂടി നല്ല സെയിലൊക്കെ ഉള്ളതായിട്ട് തോന്നി. ഞാനൊന്ന് നിന്ന് പോയേനാണ് എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്. ഫുൾ ബിസിയാണ് ഈ സ്ട്രീറ്റ്സൊക്കെ. എപ്പോഴും കംപ്ലീറ്റ്ലി ആളുകളിങ്ങനെ തിങ്ങി നിറഞ്ഞായിരിക്കും പോകുന്നത്. അത് ഒരു വീക്കെൻഡ് കൂടിയാണെങ്കിൽ, സാറ്റർഡേ സൺഡേ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഭയങ്കര തിരക്കായിരിക്കും. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ്. സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്ത് മടുക്കും. അതുപോലെയാണ് എല്ലാ കടകളിലും തിരക്കും, ഇങ്ങനെ ഓരോ നല്ല വൈബിലാണ്. പിന്നെ ഇവിടെ എല്ലാം ബിയറും അങ്ങനെയൊക്കെ കുടിക്കാനൊക്കെ കിട്ടും. നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരാൾ കണ്ടു ഫുഡ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കും. ടക്കോയാക്കിയാണ് മറ്റേ ഒക്ടോപ്പസ് ഡംപ്ലിങ്സ്. അത് മസ്റ്റ് ട്രൈ ആണ്. ജപ്പാനിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഒക്ടോപ്പസ് കഴിക്കുമെന്നുണ്ടെങ്കിൽ ഇത് വന്ന് ട്രൈ ചെയ്യണം. അവര് വലിച്ചു തിന്നുന്നുണ്ട്. എന്താ ഇവിടുത്തെ വൈബല്ലേ, നോക്കിക്കേ. ആ മരങ്ങൾ മൊത്തം ഇങ്ങനെ ലൈറ്റ്സ് എല്ലാം കത്തിച്ചിട്ടിട്ട് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ വരുമ്പോൾ തന്നെ പാട്ടും ബഹളവും നല്ല രസമാണ്. പിന്നെ ആൾക്കാരും ഒരു പ്രത്യേകതയായി. ആ കാണുന്നതാണ് ഗ്ലൈക്കോയുടെ റണ്ണിങ് മാൻ സിമ്പിൾ. ഭയങ്കര ഫേമസ് ആണ് ഈ ഏരിയയിൽ. ഡോട്ടുംബോരി ഏരിയയിൽ 80 വർഷങ്ങളോളം മുന്നേ സ്ഥാപിച്ച ഒരു നിയോൺ ലൈറ്റാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാനും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. എന്താണ് കേൾക്കുന്നത്. ഇവിടെ നിന്നിട്ട് കുറേ നേരം ഞാനും അവരുടെ കൂടെ ഇങ്ങനെ ആ പാട്ടൊക്കെ ആസ്വദിച്ച് കുറേ ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ കളിച്ചിട്ട് ഞാൻ കുറച്ചുകൂടെ അവിടെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പിന്നെയും പോയി. ഇന്ന് എന്താ ദിവസം? സൺഡേ വല്ലോ ആണോ? ഇന്നെന്താ തിരക്ക്? ഇവിടെ നാം ഭ്രാന്തായി പോയി.
ഇപ്പം കണ്ടോ? ആ എന്തോ ഇത് ബാറാണോ? പ്ലേറ്റ് ഡോട്ടോറി ഹോട്ടലോ? ഹോട്ടൽ. എല്ലാരും ഇത് കുടിച്ചോണ്ടിരിക്കുക. കഴിഞ്ഞു, ഡോട്ടമ്പരി കഴിഞ്ഞു. ഡോട്ടമ്പരിക്കടുത്ത് ഹോട്ടൽ പ്രീമിയർ റോസ് ലിപ്സ്. ഹായ്, എല്ലാവരും ടാറ്റൊക്കെ കാണിച്ചു. ഇവിടെ കണ്ടോ ഒരാൾ തന്നെ ഇരുന്ന് പിയാനോ വായിക്കുന്നത്, ഒറ്റയ്ക്കേ ഉള്ളൂ. ഇറ്റ്സ് എ ക്വയറ്റ് പ്ലേസ്. അപ്പോൾ ആ ടൈപ്പിലുള്ളൊരു മ്യൂസിക്കുമാണ്. ഓരോ ഏരിയയിലും ഓരോ പ്രത്യേകതരം വൈബാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റാർബക്സ് കോഫി. ഈ ഏരിയയിൽ ഒരു ബിഗ് സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നിട്ട് ഇത് ആ സ്പോട്ടിൽ വന്നിട്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സ്പോട്ടിൽ അതിനാണ് വന്നത്. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കിനും ആ സ്ക്രീൻ മാറി. പിന്നെ ഇവിടെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. എപ്പോഴേലും തിരിച്ച് ആ സ്ക്രീൻ വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ആ ക്യാമറ എപ്പോഴും ഓൺ ആവുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കിനെ ഉണ്ടോ ഓരോരുത്തരായിട്ട് വന്ന് ആഡപ്പായി. അങ്ങനെ കുറേ ആൾക്കാരായി. അതൊരു രസമാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ആ സ്ക്രീനിൽ നമ്മളെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങളങ്ങനെ അവിടെ നിന്നിട്ട് ഓരോ കൊക്കാമ്പിച്ചൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ, പല രാജ്യത്തുനിന്നും വരുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണോ ആവോ. ഈ ഒരു ബിൽഡിങ് കണ്ടോ, നിറച്ച് ഓരോ ക്യാരക്ടേഴ്സും ഒക്കെ. പെയിൻറ്റിങ് ആണോ അതോ അത് ബിൽ ബോർഡ് പോലെയാണോ? കാരണം ഈ ഏരിയ ഫുൾ നിയോൺ ലൈറ്റ്സും ബിൽ ബോർഡ്സ്, വലിയ വലിയ ബിൽ ബോർഡ്സും. നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. ഫുൾ വൈബായി. ഒക്കോണമിയാക്കി. ഈ ഉണ്ണിയപ്പം പോലെ കാണുന്ന സാധനം എന്താണെന്നറിയാമോ? ഇതിനാണ് പറയുന്നത് ടക്കോയാക്കി. അത് ഒക്ടോപ്പസ് ഡംപ്ലിങ്സ് ആണ്. പണിയാരമൊക്കെ പോലെ കണ്ടാൽ തോന്നും, പക്ഷെ ഇത് സേവറി ഐറ്റമാണ്. ഇത് കാൻഡീഡ് സ്ട്രോബെറി. ഡോട്ടംബറി ഷോപ്പിംഗ് സെന്റർ, 5-story building. Here you will find all എന്താ പറയുന്നത് സുവനിയേഴ്സും ആനിമീസും ഫേമസ് കട. ഇവിടെ കുറച്ച് നമുക്ക് ചീപ്പായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം, ബൾക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചീപ്പ് പ്രൈസിൽ നമുക്ക് കിട്ടും. ഒക്ടോപസ് കണ്ടോ വറുത്തത്, സ്ക്വിഡ് ബോൾ. Vietnamese iced coffee. Dumpling stall bana.
അത് പോർക്കോ ഇല്ല മിസ്റ്റർ സിംഗ് ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്റ്റിക്കേഴ്സ്, വ്ളോഗേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ ഒട്ടിച്ച് വയ്ക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. ഒത്തിരി സ്റ്റിക്കേഴ്സ് ഇങ്ങനെ നിറയെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനിങ്ങനെ അതിനകത്ത് നമ്മൾക്ക് അറിയുന്ന ആരുടെയെങ്കിലും നമ്മുടെ നാട്ടുകാരൊക്കെ വന്ന് ട്രാവൽ ചെയ്ത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് സുജിത് ഭക്തന്റെ പേരുണ്ടോ നോക്കിയതാ. ചിക്കൻ വാങ്ങാൻ വേണം. കൊണ്ടുപോകാനോ? ഇവിടെ കണ്ടോ ലൈവായിട്ട് എക്കോണമി ആക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫറെൻറ്റ് മീറ്റ്സ് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മളത് പറഞ്ഞാൽ അവരതൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കി തരും. പോർക്കാണെങ്കിൽ പോർക്ക്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ബീഫാണെങ്കിൽ ബീഫ്, അല്ലാന്നുണ്ടെങ്കിൽ മിക്സ്ഡ് സീ ഫുഡാണെങ്കിൽ മിക്സ്ഡ് സീ ഫുഡ്, ഏത് വേണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി ഏതാ നമുക്ക് വേണ്ട ഫ്ലേവറെന്ന്. അപ്പോൾ അവരതെല്ലാം ഇട്ടിട്ട് ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. എന്തെല്ലാം ഐറ്റംസാണ്, ഗ്രിൽഡ്, ഷ്രിംപ്, സ്ക്വിഡ്, സീ ഫുഡ്, സോൾട്ട് ഫ്രൈഡ് നൂഡിൽസ്, സീ ഫുഡ് സൂപ്പ്, സ്റ്റോക്ക് എല്ലാം ഉണ്ട്. ഡ്രിങ്ക്സും ഒക്കെ അവൈലബിൾ ആണ്. ജാപ്പനീസ് ബിയർ 800 yen, വിസ്കി സോഡ കണ്ടോ. ഫൈനലി എൻ്റെ ചിക്കൻ എക്കോണമി ആക്കി വന്നിരിക്കുകയാണ്. ഞാൻ കഴിക്കട്ടെ. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടോ നമ്മുടെ ലൂഫി, വൺ പീസിൻ്റെ ക്യാരക്ടേഴ്സും ഒക്കെ ഒരുപാട് ആനിമി ക്യാരക്ടേഴ്സ് ഇവിടെ നമുക്കിങ്ങനെ വാങ്ങാൻ. നല്ല രസമില്ലേ? ആനിമി പ്രാന്തുള്ളവർക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാം. ഇവിടെ കണ്ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാക്രോൺസ്, പല ടേസ്റ്റിലും പല ഫ്ലേവേഴ്സിലും പല ഷേപ്പിലും. ഇത് ക്യൂട്ടായിട്ടുള്ള മാക്രോൺസ് ആണ്. ഇതിന് ശേഷം നേരെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. സ്ട്രോബെറീസ്, കസ്റ്റേർഡ് ആൻഡ് വിപ്ഡ് ക്രീം സാൻഡ്വിച്ച്. വളരെ അധികം ഒന്നിനും അങ്ങനെ മധുരം വെക്കാറില്ല. Strawberry sandwich, Japanese curry bread, ജ്യൂസിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡും കോഫിയും ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. ഇനി നാളെ കാണാം. ബൈ.